ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ 17ാം സീസണിൻ്റെ ഷെഡ്യൂൾ പുറത്തുവിട്ടിരിക്കുകയാണ്. മാർച്ച് 22 ആരംഭിക്കുന്ന IPLന്റെ ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സും കരുത്തരായ RCBയും തമ്മിൽ ഏറ്റുമുട്ടും. CSKയുടെ തട്ടകത്തിലാണ് ഈ മത്സരം. എന്നാൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മത്സരം 24-നാണ്. മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലാണ് ആ പോരാട്ടം. എല്ലാവരെയും ഞെട്ടിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് വിട്ട മുംബൈ ഇന്ത്യൻസിൻ്റെ നായക സ്ഥാനത്തേക്ക് എത്തിയ താരമാണ് ഹാർദിക് പാണ്ഡ്യ. ഗുജറാത്തിന് അരങ്ങേറ്റ സീസണിൽ കപ്പ് ലഭിക്കുകയും 2ാം സീസണിൽ റണ്ണറപ്പ് ആക്കുകയും ചെയ്ത നായകനാണ് ഹാർദിക്. തികച്ചും അപ്രതീക്ഷിതമായാണ് ഗുജറാത്ത് വിട്ട് മുംബൈയിലേക്ക് ഹാർദിക് മടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇരു ടീമും നേർക്കുനേരെത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. രോഹിത് ശർമ്മയെ മുംബൈ ഇന്ത്യൻസിലെ നായക സ്ഥാനം നീക്കിയതിൽ വലിയൊരു വിഭാഗം ആരാധകർക്കും അതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ മുംബൈ തോറ്റു തുടങ്ങണമെന്നാണ് നിരവധി ആരാധകർ പ്രതികരിക്കുന്നത്. ഗുജറാത്തിനെ സംബന്ധിച്ച് ഹാർദിക്കിൻ്റെ മികവ് എന്നതിലുപരി ടീമിൻ്റെ മികവാണ് കിരീടത്തിലേക്ക് എത്താൻ കാരണമെന്ന് തെളിയിക്കേണ്ടതായുണ്ട്. മുംബൈ ഇത്തവണ ഹാർദിക്കിനെ തിരികെ കൊണ്ടുവന്നത് തന്നെ കിരീടം നേടുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ്. മുംബൈ 5 തവണ കിരീടം നേടിയ ടീമാണെങ്കിലും കഴിഞ്ഞ കുറച്ച് സീസണുകളായി നിരാശപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് രോഹിത്തിനെ നായക സ്ഥാനം നീക്കിയത്. സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ എന്നിവരെ മറികടന്ന് ഹാർദിക്കിനെ നായകനാക്കിയതിൽ ടീമിനുള്ളിൽ അതൃപ്തിയുണ്ട്. ഇത് ടീമിൻ്റെ പ്രകടനത്തെ ബാധിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ടീം കരുത്തിൽ നോക്കുമ്പോൾ മുംബൈക്കാണ് മുൻതൂക്കമെന്ന് പറയാം. ഹാർദിക്കിൻ്റെ വരവാട് മികച്ചൊരു പേസ് ഓൾറൗണ്ടറായി മുംബൈക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇതോടെ ടീമെന്ന നിലയിൽ മുംബൈ കൂടുതൽ ശക്തമായി. ഇഷാൻ കിഷൻ, രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ടിം ഡേവിഡ് എന്നിവരെല്ലാം ഉൾപ്പെടുന്ന മുംബൈ ബാറ്റിംഗ് നിര ശക്തമാണ്. ബോളിംഗിലും മുംബൈ കരുത്തുയർത്തി. ജെയ്സൺ വെൻഡ്രോഫ്, ജസ്പ്രീത് ബുംറ, ദിൽഷൻ മധുശങ്ക എന്നിവരെല്ലാം ഉൾപ്പെടുന്ന പേസ് നിര എല്ലാവരെയും വിറപ്പിക്കും. സ്പിൻ നിരയിൽ പീയൂഷ് ചൗളിക്ക് ബാക്കപ്പായി ശ്രേയസ് ഗോപാലുണ്ട്. അതേസമയം ഗുജറാത്തിന് നഷ്ടങ്ങളേറെയുണ്ട്. ഹാർദിക്കിൻ്റെ വിടവ് നികത്തുക എളുപ്പമല്ല. കൂടാതെ ശുഭ്മാൻ ഗിൽ അനുഭവസമ്പത്തില്ലാത്ത നായകനാണ്. അതുകൊണ്ട് തന്നെ പ്രകടനം കണ്ടറിയണം. ഇപ്പോഴത്തെ ഗുജറാത്തിൻ്റെ സ്റ്റാർ സ്പേസർ മുഹമ്മദ് ഷമി ഈ സീസണിൽ കളിക്കാൻ സാധ്യതയില്ല. കാൽക്കൊഴുകി പരിക്കേറ്റ ഷമിക്ക് ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കും. അങ്ങനെ വന്നാൽ 17ാം സീസൺ ഷമിക്ക് പൂർണ്ണമായ നഷ്ടമായേക്കും. ഇതും ഗുജറാത്തിനെ പ്രതികൂലമായി ബാധിച്ചേക്കും. ഹാർദിക്കിൻ്റെ അഭാവം മുംബൈയുടെ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ബാധിക്കും. മുംബൈയുടെ പല താരങ്ങളും പരിക്കിൻ്റെ പിടിയിലാണെങ്കിലും ടൂർണമെൻറ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് ഫിറ്റ്നസ്സിലേക്ക് എത്തും. 4 തവണ വീതം ഇരു ടീമും നേർക്കുനേരെത്തിയപ്പോൾ 2 തവണ വീതം വിജയം പങ്കിട്ടു. അഹമ്മദാബാദിലുള്ള മത്സരമെന്നാൽ മുംബൈ ജയിച്ചിറങ്ങുന്ന ഹാർദിക്കിനെതിരെ ആരാധകരുടെ വലിയ പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത്തരം ശ്രമത്തെ അതിജീവിക്കാൻ കഴിവുള്ളവരാണ് ഹാർദിക്. മുംബൈയെ എന്ത് വില കൊടുത്തും ജയിപ്പിക്കേണ്ടത് ഹാർദിക്കിൻ്റെ ആവശ്യകതയാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ കടുത്ത മത്സരം പ്രതീക്ഷിക്കാം. വാശിയായ പോരാട്ടത്തിൽ ആര് ജയിക്കുമെന്നത് കാത്തിരുന്ന് കണ്ടറിയാം.